നമസ്കാരം, ഗുഡ് ഈവനിങ്. ലോകമെമ്പാടുമുള്ള സി കേരളത്തിലെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. This is Boing Boing. ബോയിങ്ങിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ ദീപ, കഴിഞ്ഞ എപ്പിസോഡുകളുടെ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടോ? ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് മെസ്സേജ് വരുന്നത്, എനിക്ക് വരുന്ന ഒരു മെസ്സേജാണ്, ദീപൻ ഇത് എന്താണ് ബോയിങ്ങിന്റെ എപ്പിസോഡ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്നില്ല. കാരണം ടി വി പ്രോഗ്രാമിൽ ചിലപ്പോൾ മിസ്സാവുന്ന സമയത്ത് ഞങ്ങൾ നോക്കുമ്പോൾ യൂട്യൂബിൽ കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ. അവരോടൊക്കെ ഞാൻ പറയുകയാണ്, C5 എന്നൊരു ഒരു ആപ്പ് ഉണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ബോയിങ് നോക്കുകയാണെങ്കിൽ ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. 1 മുതൽ ഇതുവരെയുള്ള കംപ്ലീറ്റ് എപ്പിസോഡുകളും C5 ആപ്പിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ കണ്ടിട്ട് ഓരോന്നിന്റെയും വിശേഷങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാം, മെസ്സേജ് ആയിട്ട് അയക്കാം. ആ മെസ്സേജുകളൊക്കെ നല്ല മെസ്സേജുകൾ, മോശം മെസ്സേജുകൾ എല്ലാം വാരിക്കൂട്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് സംസാരിക്കും തീർച്ചയായിട്ടും. Once again, welcome to a brand new episode of Boing. ഈ ഇന്ന് വന്നിരിക്കുന്ന കുട്ടികൾ സാധാരണ ഇവിടെ വരുന്ന ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ടാണ് വരുന്നത്. കാരണം എപ്പോഴും അവർ പറയുന്നത്, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരുമിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു അവസരമാണ് ഇവിടെ കിട്ടുന്നത്. ആ ഒരു മൊമെന്റ് ഇവിടുന്ന് പോകുന്ന ആൾക്കാർ പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഇനി അവർ പോകുന്ന സമയത്ത് ഞങ്ങളോട് ചോദിക്കുന്നത്, ചേട്ടാ ഞങ്ങൾ ഇനി തിരിച്ച് വിളിക്കുമോ, പുതിയ ഗെയിം വരുമ്പോൾ ഞങ്ങൾ ഇനി വിളിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അല്ലേ സൂരജ്? എന്താണ് നിന്നോട് വരുന്ന ഫീഡ്ബാക്ക് കമന്റ്സ്? ഈ പറയുന്ന പോലെ ഒരുപാട് തരത്തില് നമ്മളിപ്പോ ഒരു കായികാഭ്യാസം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളായതുകൊണ്ട് തന്നെ കായികത്തിന് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മൾ അനങ്ങാതിരുന്നിട്ട് കാഴ്ചകൾ കാണുന്ന അല്ലെങ്കിൽ മൊബൈലിൽ താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. ആ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാഴ്ചകൾ കുറച്ചും കൂടി ആവേശം കൂട്ടുകയും കായികാഭ്യാസത്തിന്റെ ഒരു പ്രാധാന്യം മനസ്സിൽ നിറക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തമാക്കുകയും ചെയ്യുന്ന ഷോ ആണ് ബോയിങ്. സോ ഈ എപ്പിസോഡിലും വന്നിട്ടുള്ളത് നിങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരാണ്. അവർക്കുള്ള പ്രത്യേകതകളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ വെൽക്കം ടീം എ ആൻഡ് ടീം ബി. നമ്മൾ ടീം എ പരിചയപ്പെടും മുന്നേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നോർത്ത് പറവൂരുള്ള കോളേജ് ഓഫ് ടെക്നോളജി എന്ന് വന്നിരിക്കുന്ന ഫ്രണ്ട്സ് ആണ്. ഇതിനകത്ത് ജൂനിയേഴ്സും ഉണ്ട്, സീനിയേഴ്സും ഉണ്ട്. ആദ്യം ടീം എയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു സുമിഷ. വെൽക്കം. സുമിഷ. എന്റെ പേര് സുമിഷയാണ്. എന്റെ വീട് വയനാടാണ്. പക്ഷെ ഞാനിപ്പോ പഠിക്കുന്നത് ബിടെക്കിന് പഠിക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ച് ഒരു കോളേജിലാണ്? അതെ, മാതാ കോളേജ് ഓഫ് ടെക്നോളജി, നോർത്ത് പറവൂർ. സുമിഷ, എന്താണ് ബോയിങ്ങിൽ വരുമ്പോ ഒരു എക്സൈറ്റഡ് ആണോ? സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ല, എൻജോയ്മെന്റിന് വേണ്ടി വന്നതാണ്. ഈ സുമിഷ ടിവിയിലാണോ നമ്മുടെ പ്രോഗ്രാം കാണുന്നത്, C5 ആപ്പിലാണോ കാണുന്നത്? C5 ആപ്പിലാണ്. C5 ആപ്പിലാണ്. ഓക്കെ, അടുത്ത ടീം എയിൽ നിന്ന് നമുക്ക് അടുത്ത് പരിചയപ്പെടാം. സെൻട്രൽ ഇരുത്തിയിരിക്കുകയാണ് സോന. സ്വാഗതം. സുമിഷ, സോന എന്താ പഠിക്കണേ? ഞാനും CS തന്നെയാണ്, ബിടെക് കോളേജാണ്. ഇത് കാണുന്ന കോളേജിലെ കൂട്ടുകാരോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ കിട്ടുന്ന എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഹായ്. കോളേജിന്റെ പേര് പറയൂ ഉറക്കെ. മാതാ കോളേജ് ഓഫ് നോർത്ത് പറവൂരിലെ എല്ലാ എന്റെ ഫ്രണ്ട്സുകൾക്കും ടീച്ചേഴ്സിനും ഒരു വലിയ ഹായ്. നിങ്ങൾ എങ്ങനെയാണ് ഈ സീനിയർ ആയിട്ട് ഇത്ര കമ്പനി ആയത്? പ്രത്യേകിച്ച് ഞാൻ കണ്ണൂർക്കാരിയാ, ഇവർ വയനാട്ടുകാര്. അതുകൊണ്ട് തന്നെ വരുമ്പോ തന്നെ അടുത്ത ആളെ പരിചയപ്പെടാം. ഇവർക്ക് 3 പേർക്ക് വലിയൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവരെല്ലാവരും പ്രാസത്തിലാണ് ഇവരുടെ പേര് തുടങ്ങുന്നത്. തുടങ്ങുന്നത് അല്ലേ? സുദർശന ചക്രം പോലെയാണോ? അങ്ങനെയൊന്നുമില്ല. ചില സമയങ്ങളിൽ എപ്പോഴാണ് കറങ്ങുന്നത്? കോളേജിലാണ് കറങ്ങുന്നത്, ഹോസ്റ്റലിലാണ് കറങ്ങുന്നത്? ഇല്ല, ഹോസ്റ്റലിൽ ഞങ്ങൾ വേറെ വീടെടുത്ത് നിൽക്കുകയാണ്. അത് സൗകര്യമായി. അപ്പൊ വീടിന്റെ മതിൽ ചാടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ഗേറ്റ് തുറന്നു പോകാം അല്ലേ? ഇല്ല, ഞങ്ങൾക്ക് ഭയങ്കര ഫ്രീഡം ഉണ്ട്. ഞങ്ങൾ തന്നെ സെക്യൂരിറ്റി കൊടുത്ത് ഞങ്ങൾ തന്നെ എന്താണ്, ഞങ്ങൾ 5 പേരുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്? എല്ലാ തീവണ്ടി. ഒരുമിച്ച് നിങ്ങൾ ഈ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് പൂവാല ശല്യം ഉണ്ടോ? ഞങ്ങൾ ആരും മൈൻഡ് ആക്കാറില്ല, ഞങ്ങൾക്ക് ഞങ്ങളായ ഫ്രീഡം. നിങ്ങൾ മൈൻഡ് ആക്കില്ല, പക്ഷെ നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ. അപ്പോ ടീം എയിലെ സൂസുകളൊക്കെ പരിചയപ്പെട്ടു. ഇനി വെൽക്കം ടീം ബി. പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് യെസ്, അങ്ങനെ വന്നിട്ടുള്ള മിടുമിടുക്കികളാണെന്നുള്ളത്. ഒരു കാര്യം മനസ്സിലായി, ഇവർ ഇടുക്കിന്നാണ്, മിടുക്കികൾ കൂടിയാണ്. അപ്പൊ പൊതുവെ നമ്മുടെ ഷോയിലേക്ക് ഇതുവരെ ഇത്രയധികം ഇടുക്കിക്കാരെ ഒരുമിച്ച് വന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇടുക്കിയോട്ട് കണ്ടിട്ടുമില്ല. പക്ഷെ ഇടുക്കിയുടെ ഉശിരിനെ പറ്റി കേട്ടിട്ടുണ്ട്, ഇടുക്കിയിലെ മിടുക്കികളെ പറ്റിയിട്ട് പാടി കേട്ടു. ഇനി ആ ഇടുക്കിയിലെ മിടുക്കികളെ പരിചയപ്പെടാൻ പോകുന്നു. ആദ്യം ഇരിക്കുന്ന ആ ആളുടെ പേരാണ് നിഖിത. ഇടുക്കിയിലെ മിടുക്കി ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇടുക്കിയിലെ വിശേഷങ്ങൾ? ഇടുക്കി നല്ല അടിപൊളിയാണ്. ഇടുക്കി നല്ല ചൂടുള്ള സ്ഥലമാണോ അല്ല നല്ല തണുപ്പാണോ? അല്ല, അവിടെ നല്ല സുഖമായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഭയങ്കര ചൂടുള്ള സമയമാണ്. ഇടുക്കിയിൽ ചൂട് കുറവാണോ? ഇടുക്കിയിൽ നല്ല ചൂട് കുറവാണ്. ഏറ്റവും നല്ല കാലാവസ്ഥ ഇടുക്കിയിലാണ്. മഴ കിട്ടാറുണ്ട്?
ആ ഇഷ്ടം പോലെ. നികിത, ഇങ്ങനെ സ്കൂളിൽ ഇതുപോലത്തെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടോ? സാഹസികത നിറഞ്ഞിട്ടുള്ള അങ്ങനെ വലിയതായിട്ടൊന്നും ഇല്ല, എന്നാലും ഉണ്ട്. കലാപരമായിട്ട് പാട്ടോ ഡാൻസ് അങ്ങനെ എന്തെങ്കിലും? ഡാൻസ് കുറച്ച് കളിക്കും. ഞാൻ വിചാരിക്കുന്നത് ദീപ, ഇവര് ഇടുക്കിയിൽ നിന്ന് വന്ന ആൾക്കാരെ കാണുമ്പോൾ ഇവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനപ്പുറത്ത് ഇടുക്കിയുടെ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാം. ഇടുക്കിയിൽ എന്തൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് വന്നാൽ കാണേണ്ടത്? ഇടുക്കിയില് മൂന്നാറുണ്ട്, ചിന്നാറുണ്ട്. ഈ ചിന്നാറ് ശരിക്കും വന്യമൃഗങ്ങളൊക്കെ ഉണ്ടല്ലേ? ആ രാത്രി അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറയും. രാത്രിയില് അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. പോകാൻ പറ്റത്തില്ല. ഈ രാത്രി ഇറങ്ങി നടക്കാൻ പേടിയുണ്ടോ? ചെറുതായിട്ടുണ്ട്. ചെറുതായിട്ട് ഇടുക്കിയിൽ ജീവിച്ചിട്ട് രാത്രി ഇറങ്ങി നടക്കാൻ പേടിയാണ്. അപ്പൊ ഇടുക്കി ജീവിച്ചെന്നല്ല, എല്ലാവർക്കും ഇത്ര നടക്കാൻ എല്ലാവർക്കും അങ്ങനെ തന്നെ. എനിക്ക് പേടിയില്ല. എനിക്ക് അത്ര മാത്രമല്ല പേടിയില്ല. ഇടുക്കിയിൽ നല്ല പേടിയാ. ഒരു തണുപ്പായിരിക്കും ഇടുക്കി രാത്രി. കൊണ്ടുപോകാം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇടുക്കിയിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് ടീം നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരിക്കുമല്ലോ. സോ ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ മൊത്തത്തിൽ കാര്യങ്ങൾ ഡീലൊക്കെ ചെയ്തു തരണം കേട്ടോ. നികിതയെ പരിചയപ്പെടുമ്പോൾ നികിതയുടെ ചേച്ചിയെ പരിചയപ്പെടാൻ തൊട്ടടുത്തിരിക്കുന്നതാണ് ആ ചേച്ചി. ദാറ്റ് ഈസ് അമിത. അമിത, സ്വാഗതം. അമിത ഒരു PG സ്റ്റുഡന്റ് ആണ്. PG പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പഠിക്കണ സബ്ജക്ട് ഏതാ? എംകോം ഫിനാൻസ്. ഫിനാൻസ് ഒക്കെയാണ്. ഭയങ്കര ലെവലാണ്. ഒരുപാട് ഫിനാൻസ് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛൻ ബിസിനസ് ചെയ്യുക. ഇപ്പൊ കണക്കന്നെ വെറുതെ അല്ല മോളെ ഫിനാൻസിലോട്ട് മാറ്റിയത്. അതുകൊണ്ട് അതെ, മെച്ചം ഉണ്ടാവൂല. അതുകൊണ്ട് എന്താണ് അനിയത്തി ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി എന്താണ് ചെയ്യുന്നത്? ഞാൻ പാട്ട് പാടും. ഇല്ല, പാട്ട് പാടത്തില്ല. അനിയത്തി ഡാൻസ് കളിക്കുന്നത് നോക്കിയിരിക്കും. നോക്കി നിൽക്കും. അതൊരു കഴിവല്ലേ? അതൊരു വലിയ കഴിവാണ്. എവിടെയാ പഠിക്കുന്നത്? മാർസ്ലീവ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. അവിടുത്തെ സുന്ദരന്മാരെ ഹായ് ഹായ് ഹായ്. സുന്ദരന്മാർക്ക് മാത്രമേ ഉള്ളൂ? മാർസ്ലീവ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ പഠിക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും ഹായ്. അല്ല, ഇപ്പഴത്തെ അപ്പൊ +2 പഠിക്കുന്ന അവരോട് ചോദിക്കില്ലേ? സ്കൂളിലെ കുട്ടികളുടെ പേര് പറ. അത് പറ. സ്കൂളിന്റെ പേരെന്താ? സെന്റ് തോമസ് HSS തങ്കമണി. തങ്കമണിയാ? തങ്കമണി എന്നെ പേരിന് കുഴപ്പം. തങ്കമണി സ്ഥലത്തിന്റെ പേരാ? കൊള്ളാലോ. എന്റെ മേമയുടെ പേരാണ്. എന്റെ മേമയുടെ പേരാണ് തങ്കമണി എന്നുള്ളത്. അവിടെ ഇങ്ങനത്തെ ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ ആ ഉണ്ട്. പേര് നിങ്ങളുടെ സ്ഥലത്തിനിട്ടേക്കത് ശരിയാണോ? നല്ല പേരല്ലേ? തങ്കമണി ഒരാളുടെ പേരല്ല. തങ്കമണി പണ്ടിട്ടതാ. പേരമ്മയുടെ പേരല്ലേ താമസിച്ചിട്ടേ? അല്ല, അത് സ്ഥലത്തിന്റെ പേരാന്നല്ലേ പറഞ്ഞേ? ആ സ്ഥലത്തിന്റെ പേര് ഒത്തിരി നാൾ മുമ്പ് ഇട്ടതല്ലേ? നിങ്ങളുടെ നാട്ടിലെ വേറെ കുറച്ച് സ്ഥലത്തിന്റെ പേര് പറഞ്ഞ ബിജു ഷിജു എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, കാമാക്ഷി ഉണ്ട്. കാമാക്ഷിയാ? എന്റെ പൊന്നു, ഇവിടെയാണ് ഞങ്ങളെ വിളിച്ചത്. തങ്കമണി കാമാക്ഷി. തോപ്രാംകുടി. തോപ്രാംകുടി ഒക്കെ കേട്ടിട്ടുണ്ട്. തോപ്രാംകുടിക്കാരൻ. പിന്നെ രാജഗിരി അല്ല രാജകുമാരി കാമാക്ഷി. നല്ല പേര് കേട്ടോ. നല്ല ജോറ് പേര്. അവിടെ ആൾക്കാർക്ക് ഇടാൻ വെച്ചിരുന്ന പേരെടുത്ത് മൊത്തം സ്ഥലത്തിന് ഇട്ടിക്കല്ലേ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് വന്ന ആ ഏരിയ മൊത്തത്തിൽ പണ്ട് കാടായതുകൊണ്ട് അവിടെയൊക്കെ 1-2 മനുഷ്യന്മാർ താമസിച്ചിരിക്കും. അപ്പൊ അവിടെ പോകുമ്പോ ആ മനുഷ്യന്റെ പേര് വെക്കുമ്പോ ആ പേര് ആ സ്ഥലത്തിന് വീണായിരിക്കും അല്ലേ? അല്ല, അങ്ങനെയല്ല. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന നികിതയെ പരിചയപ്പെട്ടപ്പോ ഇനി +2 കഴിഞ്ഞ ഒരാളെ പരിചയപ്പെടുത്താം. ദാറ്റ് ഈസ് ശ്രേയ. വെൽക്കം. ശ്രേയ, +2 എത്ര മാർക്ക് ഉണ്ടെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തേ. കുഴപ്പമില്ലാത്ത മാർക്കായിരുന്നു. നേരത്തെ അതല്ല പറഞ്ഞത്. നേരത്തെ അല്ല. എത്ര A+ ഉണ്ട് പറഞ്ഞു കൊടുത്തേ? A+ ഒന്നും ഇല്ല. A+ ഒന്നും വേണ്ട വെച്ചതോ? ആ കുട്ടി വിചാരിച്ചത് നിന്നോട് ഒന്ന് പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞ കാര്യം നീ ഇങ്ങനെ പബ്ലിക് ആക്കുമെന്ന് വിചാരിച്ചില്ല. അല്ല, പക്ഷേങ്കിലുണ്ടല്ലോ നമുക്ക് എല്ലാ A+ ഉണ്ടായിട്ടൊരു കാര്യമൊന്നുമില്ല. അത് തന്നെ, എല്ലാവർക്കും A+ ആണല്ലോ. അതാണ് അതിനാണ് ആ ട്രെൻഡ് നമുക്കായിരിക്കും ചാൻസ് കൂടുതൽ. ഇനി മത്സരം കണ്ടിട്ടുണ്ടോ നമ്മുടെ? ഏത് ഗെയിമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? താമരശ്ശേരി ചുരം. അപ്പൊ എല്ലാരും പരിചയപ്പെട്ടു. ഇനി നമ്മൾ ഗെയിമിലേക്ക് ഡയറക്റ്റ് പോകുന്നു. നമ്മുടെ ആദ്യത്തെ മത്സരത്തിന്റെ പേരാണ് സവാരി ഗിരിഗിരി. സവാരി ഗിരിയിൽ നമ്മൾ പരിചയപ്പെടേണ്ടത് നമ്മുടെ ബാഹുബലി ബോയ്സിന് തന്നെയാണ്. ബാഹുബലി ബോയ്സ്. ഇന്ന് നല്ല ഉഷാറുണ്ടല്ലോ. ഇടുക്കിയാണ് എറണാകുളമാണെന്നൊക്കെ കേട്ടപ്പോഴേക്ക് തന്നെ അവർക്ക് ഒരു ആവേശം ഉണ്ടായിരുന്നു. ഇടുക്കിമാരാണെന്ന്. കാരണം ഇവർ തൊട്ട് മുന്നേ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഒരിക്കലും ഞങ്ങളെ ചേട്ടാന്ന് വിളിക്കരുത്. ചേട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടി കൂട്ടുമെന്നാണ് പറയുന്നത്. അതാണ് മനസ്സിലായല്ലോ? അവർ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യമാണ്, ചേട്ടാന്ന് ഞങ്ങളെ വിളിക്കരുത്. ചേട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടിയുടെ ശക്തി കൂട്ടും. അപ്പൊ വേണമെങ്കിൽ അളിയാണെന്നാണ് വിളിച്ചു. അവരായിട്ട് അത്രയും ക്ലോസ് ആയിക്കോട്ടെ. എന്തായാലും ബാഹുബലി ബോയ്സിനെ പരിചയപ്പെട്ടു. പക്ഷേ ഇനി ഈ ഗെയിമിന്റെ ആചാരങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു പാത്ത് വേ ആണ്. ഈ പാത്ത് വേയിലൂടെ 2 ബക്കറ്റ് വെള്ളമായിട്ട് മുന്നോട്ട് പോവുക. റൈറ്റ് സൈഡിൽ ഒരു ബക്കറ്റ് കാണാം, ലെഫ്റ്റ് സൈഡിൽ ഒരു ബക്കറ്റ് കാണാം. ടീം എയുടെ ബക്കറ്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡ്, ടീം ബിയുടെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോ സിമ്പിൾ ആയിട്ട് പറയാം, ഇവിടുന്ന് ബക്കറ്റിലെ വെള്ളം അവരിൽ ഫില്ല് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കോൺടെസ്റ്റ്. അതിൽ ഏറ്റവും കൂടുതൽ ബക്കറ്റിൽ ഫില്ല് ചെയ്യുന്ന ടീം ഏതോ അവർക്ക് 300 പോയിന്റ് കിട്ടും. ഓപ്പോസിറ്റ് ടീമിന് 0 പോയിന്റ് ആയിരിക്കും. പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വഴി പോകുന്ന സമയത്ത് കയ്യിൽ നിന്ന് ബക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ തിരിച്ച് ആ ബക്കറ്റ് എടുത്ത് ഈ സ്റ്റെപ്പ് ഇറങ്ങി ഫിനിഷ് ചെയ്തിട്ട് വന്നാൽ മാത്രമേ ടീമിൽ നിന്ന് അടുത്ത ആളിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുകയുള്ളൂ. ഓക്കെ. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഒരു ഇടുക്കി വേഴ്സസ് ആലുവ മത്സരമാണ് ഇപ്പൊ നടക്കാൻ വേണ്ടി പോകുന്നത്. മലബാറുകാരൊക്കെ ആണെങ്കിലും അവർ ആലുവയിലെ പഠിക്കുന്നത്. നമുക്ക് കണ്ടറിയാം ആരാണ് ഏറ്റവും സ്മാർട്ട് എന്ന്. ഓക്കെ, റെഡി? പ്ലീസ് കം ടീം എ. ശരി, മത്സരം മനസ്സിലായല്ലോ?
ഈ ബാഹുബലി ബോയ്സിന് ചേട്ടാന്ന് വിളിക്കാലെന്ന് പറഞ്ഞു. എന്താണ് അപ്പൊ വിളിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അല്ല, നുണക്കുഴി ഉണ്ടല്ലോ, ഒരു ഒന്നര തുടങ്ങി. ഒരു വലിയൊരു കിണറിന്റെ ആഴത്തിൽ നുണക്കുഴി ഉണ്ട്. അല്ല, ഇവിടെ അടുത്തെത്തിയപ്പോഴാണ് കാണുന്നത്. അതെല്ലാരും പറയലുണ്ട്. അപ്പൊ നന്നായിട്ട് നുണ പറയുന്ന ആളാണോ? സുഖിച്ചു. നന്നായിട്ട് നുണ പറയുന്ന ആളാണോ? അല്ല, അതൊരു സൗന്ദര്യത്തിന്റേതായിട്ട്. അല്ല, എനിക്കുണ്ട്, എനിക്ക് അത്യാവശ്യം. മത്സരത്തിൽ തുടങ്ങാലോ. ആദ്യം സവാരിഗിരിയിൽ മത്സരിക്കാൻ വരുന്നു ടീം എയിൽ നിന്ന് സുമിഷ. നമ്മുടെ റൈറ്റ് സൈഡിലാണ് ബക്കറ്റ് ഇരിക്കുന്നത്. ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുകയാണ് നമ്മുടെ ജോലി. ടീം എ പിന്നിലല്ല എന്ന് ഇടുക്കിക്കാർക്ക് തെളിയിച്ചു കൊടുക്കണം. ഇടുക്കിക്കാരല്ല മിടുക്കി, നിങ്ങളാണ് മിടുക്കി എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ സുമിഷ, ഓൾ ദി ബെസ്റ്റ് ടു യു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. ചിറകുണ്ടോ? ഇവിടുന്ന് പറന്നു പോയി അവിടെ ചെന്ന് ഞാൻ വിചാരിച്ചു അവിടെ വീണോന്നാ വിചാരിച്ചേ. എന്തായിരുന്നു ഓട്ടം? ഒളിമ്പിക്സിൽ വല്ലതും പങ്കെടുത്തൂടെ? ശ്രമിക്കാറുണ്ട്. ഓട്ടപന്തയത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? എങ്ങനെയുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഓടുമ്പോ? വീഴുന്ന് വിചാരിച്ചോ? വെരി ഗുഡ്, നല്ലൊരു കൈയടി. ഇനി ടീം എയിൽ നിന്ന് വരാൻ പോകുന്നു സോന. ടീം എയുടെ തുടക്കം കണ്ടല്ലോ, തുടക്കം കുറിച്ചിട്ടുണ്ട് നന്നായിട്ട്. സോന, ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. ടീം എയിൽ നിന്ന് വരാൻ പോകുന്നു സുദർശന. ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. ടീമേ എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എങ്ങനെയുണ്ട് ബാഹുബലി ബോയ്സ്? അടിപൊളി. ചേട്ടന്മാരെ വിളിക്കല്ലേ? മുമ്പേ എപ്പിസോഡ് കണ്ണത്രയൊന്നും വന്നിട്ടില്ല. അവര് ഇനി കാത്തിരിക്കുകയാണ്. ഇനി ഒരു റൗണ്ട് കൂടെ ഉണ്ട്. ഇവിടെ എന്താ പറയാനുള്ളത്? ചേട്ടാന്ന് വിളിച്ചിട്ടില്ലെങ്കിലും എന്തിനാണ് എന്നോട് മാത്രം ഇത്? All the best Sumisha. Your time starts now. 3 2 1 go. Sana, all the best to you. Your time starts now. 3 2 1 go. അയൽന്ന് പോരല്ലേ, അയൽന്ന് പോരരുത്. റോങ് റോങ്. വെള്ളം കോരരുത്. ഫൗളാണത്. വെള്ളം അതിൽ നിന്ന് കോരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ ഫൗൾ. അതാണ് ഈ ശിക്ഷ കിട്ടുക എന്ന് പറയുന്നത് അന്നേരമാണ്. പണ്ടൊക്കെ പിന്നെ ഇപ്പൊ സ്പോർട്ടിലാണ്. സുദർശന, ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ.
അസാധ്യ പെർഫോമൻസ് ആയിരുന്നു ഇവിടെ കാഴ്ചവെച്ചത്. കാരണം ഇവർ ഇങ്ങനെ ഓടും ഇങ്ങനെ നിറയ്ക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ടീം ക്യാപ്റ്റനായി ഞാൻ കരുതിയിട്ടില്ല. എന്താണ് ഇവർ തീരെ കരുതിയില്ല. ഇത്രയും നിങ്ങളുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. എന്തായിരുന്നു ഒന്നും പറയാനില്ല. ആദ്യത്തേല് കുറച്ചും കൂടി ഇനി രണ്ടാമത്തെ നല്ലോണം ചെയ്യാൻ പറ്റും തോന്നി. പക്ഷെ ഇത് ഫുൾ വെള്ളമായതുകൊണ്ട് വീണ്ടും വീണ്ടും വഴിക്ക് പോയി. അടുത്ത് ഇവിടെ പറയാനുള്ള ഈ ഫൗള് കാണിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് പറഞ്ഞതുപോലെയാണ്. ഇവിടെ നിന്ന് വെള്ളം കോരി എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ അവിടെ ചെന്നപ്പോൾ മൂട് തന്നെ വീണു. പണ്ടൊക്കെ പിന്നെ ഇപ്പൊ സ്പോട്ടിലാണ്. എന്താ പറ്റിയേ? നമ്മളിൽ മൂന്നാള് വെച്ച് എന്നെ നേരത്തെ ഇവര് കണ്ടുവച്ചോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പ്രത്യേകിച്ച് എന്റെ പേര് വിളിക്കുമ്പോ ഇവര് നല്ല അടിയായിരുന്നു. പ്രതികാരം വീട്ടുകായിരുന്നു. ഇവിടെ ഈ സോന എന്നൊക്കെയുള്ള പേരിട്ടുണ്ട് അവര് പെട്ടെന്ന് നോട്ട് ചെയ്യും. ഇവിടെ ഇത് സുദർശന സുമിഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല പെട്ടെന്ന്. എന്തായിരുന്നു ഇവിടെ പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് ബാഹുബലി ബോയ്സ്? ബാഹുബലി ബോയ്സ് സൂപ്പറാ. ടീം എയുടെ ആഘോഷം ഇവിടെ നടക്കുകയാണ്, പക്ഷെ ടീം ബിയുടെ പെർഫോമൻസ് കാത്തിരുന്ന് കാണുക. ദിസ് ഈസ് ബോയിങ് ബോയിങ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. Boing, boing. Boing, boing. വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ് ബോയിങ്. സൂരജ്, ടീം എയുടെ മത്സരം കണ്ടപ്പോ നീ കുറച്ച് തളർന്നോ? ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ആവേശം കെട്ടടങ്ങി. ഇത് ഭയങ്കര സംഭവമല്ലേ സൂരജ്? സവാരി ഗിരിഗിരിയുടെ ഇതുവരെയുള്ള റൗണ്ടുകളിൽ ഒന്നിലും ഇത്രയധികം വെള്ളം ബാഹുബലി ബോയ്സിനെ ഇങ്ങനെ എന്താ പറയാ മറികടന്ന് പോകാൻ സാധിച്ചില്ല. നീ എത്ര കാശ് കൊടുത്തവർക്ക്? ഞാൻ കാശ് കൊടുത്തില്ല അളിയാ. പക്ഷേ ഇവിടെ കൊടുത്തിട്ട് ഒതുക്കിയതാണോ എനിക്ക് സംശയം. നിനക്ക് ഇവിടെ പുറത്ത് പറഞ്ഞൊരു കമന്റ് ആണ്, പൂച്ചെണ്ടുകൾ സൂരജിന് കൊടുക്കേണ്ട സമയമായിരുന്നു. ചുമ്മാ നിനക്കൊരു ക്ഷീണം ഉള്ളതുകൊണ്ട് സന്തോഷിക്കാൻ വേണ്ടി അതിന് വല്ല ജ്യൂസ് എങ്ങാനും തന്നാൽ. ഓക്കെ, എനിവേ നമ്മുടെ ടീമിന് എന്നാലും ആവേശം കെട്ടടങ്ങിയിട്ടില്ല. നമ്മള് ഇടുക്കിയിൽ നിന്നും മിടുക്കികളാണ്. ആ മിടുക്കികളുടെ മിടുക്കൊന്ന് കാണാൻ വേണ്ടിട്ട് പോവാണ്. വെൽക്കം ടീം ബി. എന്താണ് എന്റെ ഇടുക്കിയിലെ മിടുക്കികൾക്ക് ഇപ്പൊ എന്താണ് തോന്നുന്നത്? ചെറിയൊരു പേടി. അടുത്ത ആളിന് എന്താ പറയാനുള്ളത്? ഞങ്ങള് പാവങ്ങളാണ്. അടുത്ത ആള് ബാഹുബലി ബോയ്സിനോട് ഒന്നേ പറയാനുള്ളൂ, ഒന്ന് നിലത്ത് നിർത്തണം. അമിതയുടെ അച്ഛനും അമിതയുടെയും അതുപോലെ തന്നെ നികിതയുടെയും അച്ഛന്റെ അവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ എന്ത് പറയുന്നത്? ഈ ഫസ്റ്റ് റൗണ്ട് കണ്ടിട്ട് അടുത്ത എന്തായിരിക്കും സംഭവിക്കുക? നന്നായി പെർഫോം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രേയയുടെ ചേട്ടൻ എവിടെ ഉണ്ട്? എന്താണ് ശ്രേയോട് പറയാനുള്ള മത്സരത്തിൽ? ശ്രേയാണ് നമ്മുടെ കരുത്ത്. ആ ടീം ബിയുടെ കരുത്ത് ശ്രേയ ആയിരിക്കണം. തകർക്കുക. മത്സരം ആരംഭിക്കുക. സവാരിഗിരിയിൽ ടീം ബിയിൽ നിന്ന് ആദ്യം വരാൻ പോകുന്നു ആവേശത്തോടു കൂടി തന്നെ ശ്രേയ. ശ്രേയ, all the best. Your time starts now. 3, 2, 1, go. മറച്ചോനെ. ശ്രേയ, go. അടുത്ത് വരാൻ പോകുന്നത് നികിതയാണ്. നികിത, Your time starts now. 3, 2, 1, go. മത്സരേ മാറിപ്പോയി. കുട്ടി ഇറങ്ങുന്നില്ല, കുട്ടി ഊഞ്ഞാലാട്ടം. നികിത തിരികെ കയറി ബക്കറ്റ് എടുത്ത് ഇറങ്ങാം. 2 ബക്കറ്റ് കൊടുക്ക്. വെള്ളം കോരരുത്. ഓക്കെ, ഗോ. ആ എന്റെ കുഞ്ഞാപ്പി. അപ്പുറത്തൊരു നിറഞ്ഞ ബക്കറ്റും ഇപ്പുറത്ത് 2-3 തുള്ളിയുള്ള ഒരു ബക്കറ്റും. കൊള്ളാം. അമിത, all the best. Your time starts now. 3, 2, 1, go. അയ്യോ, പഠിക്കൽ കൊണ്ട് കലപടച്ചു എന്റെ കുട്ടി. ടീം ബിയിൽ നിന്ന് വീണ്ടും വരുന്നു ശ്രേയ.
ശ്രേയ, all the best. എന്താ വെച്ചാ ചെയ്തോ? Your അത്രേ time പറയണം. starts now. 3, 3, 2, 2, 1, 1, go. Good job, good job, Good job, finish. good job. Good finish. Very good. ആ, അതുകൊണ്ട് അടിയുണ്ട്. ടീം ബിയിൽ നിന്ന് നികിത. നികിത അവർക്കിട്ട് അടി കൊടുക്കലല്ല, നമുക്ക് ബക്കറ്റ് നിറയ്ക്കലാണ് പണി. നികിത, all the best. Your time starts now. Hello. അതെന്താണ്? 3, 2, 1, go. അതുപോലെ ഇറങ്ങാൻ പാടില്ല. നികിത സെന്റർ ഇറങ്ങാൻ പാടില്ല. നികിത ഇറങ്ങാൻ പാടില്ല. സെന്ററിൽ വാ, സെന്ററിൽ വാ. കുഞ്ഞാപ്പി പൊക്കി പിടിക്കും. കുഞ്ഞാപ്പി 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 അപ്പ് അപ്പ് കുഞ്ഞാപ്പി. കുഞ്ഞാപ്പിക്ക് സാധിച്ചില്ല, പക്ഷെ അമ്മുവാണ് വരാൻ പോകുന്നത്. അമിത, ഓൾ ദ ബെസ്റ്റ്. നികിത ഓടിയതുപോലെ ഓടരുത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. Go, 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 go. As well as reasonable as possible. സത്യത്തിൽ ഒരു ടാങ്കർ വെള്ളം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ജയിച്ചേനെ. ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ എന്തായാലും സൂരജിന് പറ്റിയ പാട്ട് കിട്ടി. സൂരജ് മൊത്തത്തിൽ കാറ്റുപോയ അവസ്ഥയാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് അവസ്ഥ, പറയൂ. എന്ത് ചെയ്യാനാ, അവരിടിച്ചിട്ടല്ലേ. അപ്പൊ എനിക്ക് ശ്രേയ ചോദിക്കാനുള്ള, അപ്പൊ എന്താണ് ടീം എ ഇങ്ങനെ നിറയ്ക്കാൻ പറ്റിയേ? അവർക്ക് ആദ്യം ഓടാൻ പറ്റി. ഓടാൻ പറ്റി. അത് നിങ്ങൾക്ക് എന്തേ ആദ്യം ഓടാൻ പറ്റിയില്ലേ? അപ്പൊ നിങ്ങളോട് നടക്കാൻ പറഞ്ഞാണെങ്കിലും. നികിത, നികിത, കുഞ്ഞാപ്പി കുഞ്ഞാപ്പി ഇവിടെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. എന്നിട്ടും കുഞ്ഞാപ്പി ഇവിടെ കുഞ്ഞാപ്പി കുഞ്ഞാപ്പി വിളിച്ചിട്ട് കാര്യമില്ല, അവിടെ കടക്കാൻ പറ്റത്തില്ലായിരുന്നു. അവിടുന്ന് അവരും വിളിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞാപ്പി അവിടെ കുഞ്ഞാപ്പി. കടക്കാൻ പറ്റില്ല. അവരങ്ങനെയായിരുന്നു വിളിച്ചേ, എനിക്കത് മനസ്സിലായില്ല. ഇവിടെ അമിത, അമിത അടിപൊളി അടിപൊളിയാണ്. experience. എന്തായാലും നമുക്ക് ഇപ്പൊ അറിയാം ടീം എയുടെ വെള്ളം എത്ര നിറച്ചിരിക്കുന്നു, ടീം ബി എത്ര നിറച്ചിരിക്കുന്നു അറിയാം. പക്ഷെ അവരെ കൂടെ വിളിച്ചിട്ട് ഈ ആചാരം നമുക്ക് പൊട്ടിക്കാൻ സാധിക്കുന്നുള്ളൂ. ടീം എ പ്ലീസ് കം. സവാരിഗിരി മത്സരം അവസാനിക്കുമ്പോൾ സാധാരണ ബക്കറ്റ് പോയി വെള്ളമൊക്കെ മെഷർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്കും അറിയാം, ഇവിടെ നിൽക്കുന്ന കണ്ടസ്റ്റന്റ്സിനും അറിയാം ആരാണ് ജയിച്ചിരിക്കുന്നത്. അറിയാലോ, ടീം എ ആണ് വിജയിച്ചിരിക്കുന്നത്. അവർക്ക് കിട്ടുന്നത് 300 പോയിന്റ്സ് ആണ്. വെരി ഗുഡ്, നല്ലൊരു കൈയടി. വീറും വാശിയും നിറഞ്ഞ ഈ മത്സരം ഇവിടെ അവസാനിക്കില്ല, കാത്തിരിക്കുക. ദിസ് ഇസ് ബോയിങ് ബോയിങ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ബോയിങ് 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 ബോയിങ്. Yes, welcome back to the show. This is Boing Boing. ബോയിങ് ബോയിങ്ങിന്റെ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു, സവാരിഗിരി കഴിഞ്ഞു. ഞങ്ങൾ അമ്പേ പരാജയപ്പെട്ടു. അങ്ങേയറ്റം ഇടുക്കിയിലെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് എന്നെ തകർത്ത് തരിപ്പണായി കളഞ്ഞു. ടീം ബി പരാജയപ്പെട്ടെങ്കിലും ടീം എയെ കുറിച്ച് എനിക്ക് നല്ല ധാരണയാണ്. കാരണം ടീം എ തെളിയിച്ചു കുട്ടികൾ. ഇവിടെയും ആ പ്രതീക്ഷ നശിപ്പിക്കരുത്. ഈ ഒരു സ്കോറൊക്കെ മാറി മറിയാൻ സാധ്യതയുള്ള ഈ മത്സരത്തിന്റെ പേരാണ് തലയണ മന്ത്രം. തലയണ മന്ത്രത്തിന്റെ പ്രത്യേകത, ഇവിടെ ഒരു റോളിംഗ് ട്യൂബ് കാണാം, സെൻട്രൽ ഒരു ബോർഡർ ലൈൻ കാണാം, രണ്ട് സൈഡോ പില്ലോ അടുക്കിയിരിക്കുന്നത് കാണാം. ടീം എയിൽ നിന്ന് ഒരാൾ വരുന്നു, ടീം ബിയിൽ നിന്നും ഒരാൾ വരുന്നു. അപ്പൊ പില്ലോ കടിച്ചു പിടിച്ചുകൊണ്ട് ഈ റോളിംഗ് ട്യൂബിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മൂവ് ചെയ്യും. ആദ്യം റെഡ് ലൈൻ ആരാണോ ക്ലോസ് ചെയ്യുന്നത് അവർക്ക് 50 പോയിന്റ് കിട്ടും. ഓപ്പോസിറ്റ് ടീമിനെ അടിച്ച് താഴെ ഇടുകയാണെങ്കിൽ, അടിച്ച് ഓപ്പോസിറ്റ് ടീമാണോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പില്ലോ ആണ് താഴെ പോകുന്നതെങ്കിൽ കിട്ടുന്നത് 100 പോയിന്റ്സ് ആണ്. അങ്ങനെ ടോട്ടൽ 150 പോയിന്റ്സ് നേടാൻ പറ്റുന്ന ഒരു മത്സരമാണ്.
Okay, got it? Okay. ടീം എയിൽ നിന്ന് മന്ത്രം മന്ത്രിക്കാനായിട്ട് വരാൻ പോകുന്നു സുമിഷ. And ടീം ബിയിൽ നിന്ന് നികിത. നികിത, സുമിഷ, ഓൾ സെറ്റ്. ഒരിക്കൽ കൂടെ ഓർമ്മിക്കുകയാണ്, ആദ്യം ബോർഡർ ലൈൻ ക്രോസ് ചെയ്താൽ കിട്ടുന്ന 50 പോയിന്റ്സ് ആണ്. ഓപ്പോസിറ്റ് ടീമോ തലയണയോ താഴെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന 100 പോയിന്റ്സ് ആണ്. ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. തലയണ പോകരുത് നികിത, തലയണ പോകരുത്. നികിതയുടെ തലയണ പോകരുത്. മുന്നോട്ട് പോ സുമിഷ, മുന്നോട്ട് പോയി തള്ളിയിട്. തലയണ തലയണ തള്ളിയിട്, തലയണ തള്ളിയിട്, തലയണ തള്ളിയിട്, തല. കുഞ്ഞാപ്പി പൊളിക്ക്, തള്ളിയിട്. അടിച്ചിട് അടിച്ചിട്, അടിച്ചങ്ങോട്ട് പറമ്പിലേ. ഇവളാണ് ഇവളാണ് മിടുമിടുക്കി ഇനി രണ്ടുപേരും ചാടിക്കാം. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി. ഇവളാണ് ഇവളാണ് മിടുമിടുക്കി. എനിക്ക് തോന്നുന്നത് ഒരു എപ്പിസോഡ് പോരാ നിങ്ങൾക്ക് അടി കൂടാൻ. ഇവിടെ കാണിച്ചു. കുഞ്ഞാപ്പി ആ കുട്ടിത്തം ഇതുവരെ മാറിയിട്ടില്ല. കാരണം കുഞ്ഞാപ്പി അടി കൂടാൻ പറഞ്ഞപ്പോ ഈ കൊച്ചു പിള്ളേർ തമ്മിൽ അടി കൂടൂലേ, അതുപോലെ നേരിച്ച അടിയാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അതായത് എറണാകുളംകാരാണ് ഇവർ വന്നത്. എറണാകുളംകാർക്ക് ഈ പുഴയും സംഭവങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ്, അല്ലെങ്കിൽ കടലും സംഭവങ്ങളൊക്കെ നീന്തി കിടക്കുന്നതൊക്കെ ഒരു പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇടുക്കിക്കാർക്ക് ആ ഒരു മിടുക്കാണുള്ളത്. അവർ ആ ഒരു തല്ലിന്റെ മിടുക്കി. എന്താണ് എക്സ്പീരിയൻസ് പറയൂ. കുഞ്ഞാപ്പി എല്ലാത്തിനും അടിയായിരുന്നു. കുഞ്ഞാപ്പി പൊളിയാണ്. കുഞ്ഞാപ്പി പറയൂ എന്താണ്. അവിടെ എനിക്ക് ഈ സ്നേഹത്തിന് ഞാൻ എന്ത് ചെയ്യും. എന്തായാലും ടീം ബിയില് കുഞ്ഞാപ്പിയാണ് ബോർഡർ ലൈൻ ക്രോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പില്ലോ തള്ളിയിട്ടതും കുഞ്ഞാപ്പിയാണ്. കുഞ്ഞാപ്പി കിട്ടിയിരിക്കുന്നത് 150 പോയിന്റ് ആണ്. രണ്ടുപേരും അടികൂടികളും സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു കുറവില്ല. നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് ഒരു മ്യൂസിക് പ്ലീസ്. Babu kiliki baha kiliki raha kiliki pipi filifi jibla kroiki unodu no muo chao damba damba bugo kiliki. തലയുടെ മന്ത്രത്തിൽ മന്ത്രം മന്ത്രിക്കാനായിട്ട് നെക്സ്റ്റ് സോന. ടീം ബിയിൽ നിന്ന് അമിത. ഓൾ ദി ബെസ്റ്റ്. Sona, Amida, all set? Ready? Your time starts now. 3 2 1 go. Ding dong ding dong dong ding dong. Ding dong ding dong ding dong dong ding dong. Ding dong. Ding dong ding dong dong ding dong. Good job. Super. Cross it. Ding dong. Ding dong. സോന, എന്താണ് പറ്റിയത് സോന? വെളിച്ചെണ്ണ ഉണ്ടായി. വെളിച്ചെണ്ണ മാർക്കറ്റിൽ പോയതാ. അത് ഭയങ്കര സ്പീഡായിരുന്നു, പക്ഷെ സ്പീഡിൽ താഴെ പോയി അല്ലേ? അപ്പൊ വായിന്ന് പില്ലോ കിട്ടുപോയി. എന്നിട്ടും അവിടെ അള്ളി പിടിച്ച് കിടക്കുന്നുണ്ട് കുറച്ചു നേരം. ഇവിടെ ഇവിടെ അമിത ഈസി ആയിട്ട് പുഷ്പ പോലെ അത് തള്ളിയിടേണ്ട ആവശ്യമൊന്നുമില്ല. അധികം പണിയെടുത്തില്ല. അധികം പണിയെടുക്കേണ്ട വന്നില്ല. ടെൻഷൻ ഉണ്ടായിരുന്നു, തള്ളിയിടാൻ പറ്റുമോന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പോ സമാധാനം. ഇതാണ് ഭാഗ്യം കൂടെ ഉണ്ടെന്ന് പറയുന്നത്. എന്തായാലും സോനയ്ക്ക് അബദ്ധങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. സോനയ്ക്ക് പണിഷ്മെന്റ് വേണോ മ്യൂസിക് വേണോ? രണ്ടും വേണ്ട. പക്ഷേ ഇവിടെ വെള്ളത്തിൽ വീണ് ഞാൻ ചുമ്മാ വിടാറില്ല. മുരുക, മ്യൂസിക് പ്ലീസ്. സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുടി വടി വഴകിൽ ഒന്നാം നമ്പർ. സോനാ സോനാ നീ ഒന്നാം നമ്പർ പടയടി അടി പൊള്ളിയിൽ ഒന്നാം നമ്പർ. കടമിഴികിണയിൽ മലരഴകല്ലേ മണിമുകിലല്ലേ കരിമുടി ഇഴകിൽ മറുപടി നീ ചൊല്ലൂരെങ്കിലെങ്കില. സോനാ സോനാ നീ. തലയണ മന്ത്രത്തിൽ രണ്ടാമത് പോകുമ്പോൾ കിട്ടിയിരിക്കുന്ന ടീം ബിക്ക് 150 പോയിന്റ് ആണ്. കാരണം ആദ്യം ഒരു ബോർഡർ ലൈൻ ക്രോസ് ചെയ്തു, മാത്രമല്ല ഓപ്പോസിറ്റ് ടീം താഴെ വീഴുകയും ചെയ്തു. 150 പോയിന്റ്. നല്ലൊരു കൈയടി. സൂപ്പർ. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. ഇനി എല്ലാ പ്രതീക്ഷയോടും കൂടി ഈ ടീമിൽ നിന്ന് ഞാൻ വിളിക്കുന്നു സുദർശന. ഞാൻ എന്റെ ഇടുക്കിയിലെ അടുത്ത മിടുക്കി ഇറക്കാണ് ശ്രേയ. ഓൾ ദി ബെസ്റ്റ്.
Your time starts now. 3, 2, 1, go. Good job. മുമ്പോട്ട് വാ, സുദർശന മുമ്പോട്ട് വാ. രണ്ടുപേരും വെള്ളത്തിലേക്ക് ചാടിക്കേ. കടുകുമണി പോലെ ഒരു ടൈമിന് തലയണ മിസ്സായി. ഇപ്പൊ എന്നാലും നമുക്ക് 50 പോയിന്റ് ഉണ്ട്. നമ്മൾ ക്രോസ് ചെയ്തു. രണ്ടുപേരും ഒരുമിച്ച് വീഴുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ തലയണ ആദ്യം പോയി ടീം ബിയിൽ നിന്ന്. ടീം എക്ക് കിട്ടിയിരിക്കുന്ന 100 പോയിന്റ്സ്, ടീം ബിക്ക് കിട്ടിയിരിക്കുന്നത് 50 പോയിന്റ്സ് ആണ്. എന്തായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി. എന്താ പറ്റിയത്? മത്സരമാണോ അതോ കുട്ടിയാണോ? കുട്ടിയല്ല, മത്സരം ടൈറ്റ് ആയിരുന്നു. കാണാൻ ഇത്രേ ഉള്ളൂവെങ്കിലും ഭയങ്കര ഫോഴ്സ് ആയിരുന്നു. ശ്രേയ പറയൂ, എന്തായിരുന്നു അനുഭവം? അടിപൊളിയായിരുന്നു. എവിടുന്നാണ് ആ ഫോഴ്സ് ഒക്കെ തിരിച്ചെടുത്തത്? ഇടുക്കിയിലെ ഏത് ഫുഡിന്റെ എനർജിയാണത്? കപ്പ. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും കപ്പ കഴിച്ചിട്ടുള്ള എനർജി നമുക്കൊരു മ്യൂസിക്കിലൂടെ ആയാലോ? മ്യൂസിക് പ്ലീസ്. കപ്പ 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 ടീം എക്ക് തലയണ മന്ത്രം മത്സരം കഴിയുമ്പോൾ ടോട്ടൽ കിട്ടിക്കുന്നത് 100 പോയിന്റ്സ്. ആൻഡ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ തിരിച്ചു പിടിച്ച മത്സരം ദാറ്റ് ഈസ് തലയണ മന്ത്രം. അതിൽ ടീം ബി നേടിയത് 350 പോയിന്റ്. വെരി ഗുഡ്. മത്സരം മാറും, പോയിന്റ് ഇനിയും മാറും. ഒന്ന് കാത്തിരിക്കുക. ദിസ് ഇസ് ബോയിങ് ബോയിങ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. യെസ്, വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ് ബോയിങ്. ബോയിങ്ങിലെ ഈ ആഘോഷ ഉത്സവത്തിൽ ഈ പറയുന്ന മത്സരം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ആഘോഷം ഇവിടെ പൂർണ്ണമാകത്തില്ല. ആ മത്സരത്തിന്റെ പേരാണ് താമരശ്ശേരി ചുരം. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ താമരശ്ശേരി ചുരം. ഇതാണ് നിങ്ങൾ കീഴടക്കാൻ പോകുന്നത്. മുകളിൽ പരിചയപ്പെടേണ്ട രണ്ടാൾക്കാരുണ്ട്, ജില്ലു ആൻഡ് ബില്ലു. താഴെ നിങ്ങൾക്ക് കാണാം സിൽവർ ബോൾ കാണാം, അതുപോലെ ഗോൾഡൻ ബോൾ കാണാം. ടീം എ കളക്ട് ചെയ്യേണ്ടത് സിൽവർ ബോൾ ആണ്, ടീം ബി കളക്ട് ചെയ്യേണ്ടത് ഗോൾഡൻ ബോൾ ആണ്. അതുപോലെ മുകളിൽ ടീം എയുടെ ഫ്ലാഗ് എന്ന് പറയുന്നത് ബ്ലൂ ആണ്, ടീം ബിയുടേത് റെഡ് ആണ്. ഓക്കെ, താമരശ്ശേരി ചുരം കയറാൻ ടീം എക്കും ടീം ബിക്കും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോവാം. ഇനി താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. താഴെ വാ, താഴെ വാ. Go fast, go fast. ടൈം പോകുന്നു. കേറിക്കോ. ടീം ബി സ്പ്ലിറ്റ് ആയിട്ട് കയറ്.
സൂക്ഷിച്ചോ, ബോള് സൂക്ഷിച്ചോ. പോ കേറിപ്പോ തിരിഞ്ഞിക്കല്ലേ. അവര് കേറുന്നു. കുഞ്ഞാപ്പി ഫിനിഷായി. കുഞ്ഞാപ്പി സൈഡിൽ പിടിക്കല്ലേ, സൈഡിൽ പിടിക്കല്ലേ. ഓ ഗുഡ് ജോബ്. അയ്യോ താഴെ വാ. ഫാസ്റ്റായിട്ടാണ് പെട്ടെന്ന് അവര് കേറുന്നു. പോ. അമിതപ്പോ good job, good finish. സൈഡ് പിടിക്കല്ലേ. ഫൗളാണ്. ലാസ്റ്റ് 1 minute. സൈഡ് പിടിക്കരുത്. സൈഡ് പിടിച്ചാൽ ഫൗളാണ്. അവർ തള്ളിയിടും, മുകളിലെത്തുമ്പോൾ തള്ളിയിടും. അതുകൊണ്ടാണ് പിടിക്കരുതെന്ന് പറയുന്നത്. Last 30 seconds. Just 20 seconds. Don't give up, Sona. You can. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Time out. Very good. താമരശ്ശേരി ചുരം എല്ലാവരും കൂടെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ഇനി താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമാണ്. പ്ലീസ് കം. മോയിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ എല്ലാ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതിന് മുന്നേ മത്സരം കഴിയുമ്പോൾ ഇവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കണ്ടേ? എങ്ങനെയുണ്ട് പറയൂ. നല്ല എൻജോയ് ചെയ്തു. ഈ ഒരു ഷോ എൻജോയ് ചെയ്തു. അതെ പൊളിച്ചു. ഓക്കെ, അടുത്ത ആള്. സോന അവസാനം താമരശ്ശേരി ചുരം കയറി. പക്ഷെ അതിനകത്ത് കുറെ ഫൗൾ ഉണ്ടായിരുന്നു. കാരണം സൈഡിൽ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സൈഡിൽ പിടിച്ച് കയറി. എനിക്ക് ഒട്ടും പറ്റണുണ്ടായില്ല. ഒട്ടും പറ്റണുണ്ടായില്ല. കൈക്ക് തഴമ്പില്ലാത്തോണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. അടുത്ത ആള് പറയൂ. സുദർശന. അടിപൊളിയായിരുന്നു. വെരി ഗുഡ്. ഇനി എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ഒന്ന് തളർന്നെങ്കിലും ഞാൻ കുറച്ച് അവരെ കളിയാക്കി. നിങ്ങൾ എന്ത് ഇടുക്കിക്കാര്, നിങ്ങൾ എന്ത് മിടുക്കികൾ എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അങ്ങോട്ടൊരു പടക്കുതിരയുടെ തേരോട്ടായിരുന്നു. മിടുക്കികൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ബില്ലു ചേട്ടൻ എന്നോട് എറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു. ബില്ലു ചേട്ടനൊക്കെ ആക്കിയാ. ബില്ലു ചേട്ടൻ താഴെ വെച്ചെറിഞ്ഞപ്പോ ഞാൻ മണ്ട അവിടം വരെ എത്തിയപ്പോ എന്റെ പന്ത് കളഞ്ഞു. ഇതേത് ഭാഷയാണ്? മണ്ടയിലെത്തിയപ്പോ എന്റെ പണ്ടം കളഞ്ഞു. നല്ല മിടുക്കുള്ള കുട്ടികളാണ്. അമിത പറഞ്ഞേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കേറാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഞാനും വിചാരിച്ചിട്ടില്ല. ഓക്കെ, അടുത്ത ആള്. അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിമായിരുന്നു താമരശ്ശേരി ചുരം. കയറാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇടുക്കിക്കാർക്ക് ഈ ചുരന്നൊരു വിഷയമല്ലല്ലോ അല്ലേ? ഞങ്ങൾക്ക് ഇടുക്കി ചുരമില്ല. അയ്യോ, ചുരം ഇല്ലേ? കുന്നുമലയേ ഉള്ളൂ. അപ്പൊ ആ ഒരു വിഷമം മാറിയല്ലോ. ഞങ്ങൾ വയനാട്ടിലെ താമരശ്ശേരി ചുരം ഇവിടെ കൊണ്ടു തന്നു. എന്തായാലും ടീം എയും ടീം ബിയും ഗംഭീരമായിട്ട് അവർ ആസ്വദിച്ചു, എൻജോയ് ചെയ്തു. എന്നാലും നമുക്ക് മത്സരം അവസാനിക്കുമ്പോൾ മാർക്ക് അറിയണ്ടേ? എല്ലാവരും ആസ്വദിച്ച് എൻജോയ് ചെയ്ത മത്സരമാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം ടീം എ നേരിടുന്ന 400 പോയിന്റ്സ് ആണ്. കാരണം ഒരാൾ ഫൗള് കാണിച്ചുകൊണ്ട് 200 അവിടെ നഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ ടീം ബി നേടിയിരിക്കുന്നത് 600 പോയിന്റ്സ്.
അതാണ് മത്സരത്തിന്റെ അവസാന വിജയി ടീം എന്ന് പറയുന്നത് ടീം ബി ആണ്. 950 പോയിന്റ്സ്. ടീം എ അടിക്കുന്നത് 800 പോയിന്റ്സ്. എന്നാലും ടീം എക്ക് നല്ലൊരു കൈയടി പ്ലീസ്. സൂപ്പർ, ഗുഡ് ജോബ്. അതുകൊണ്ട് എന്തായാലും വിന്നിംഗ് ടീമിന് എന്തായാലും നല്ലൊരു പ്രൈസ് ഉണ്ട്. വിന്നിംഗ് ടീം ആയിട്ടുള്ള ടീം ബിക്ക് കിട്ടിയിരിക്കുന്ന 4 വിഷ് മാട്രസ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. വിന്നിംഗ് ടീമിനുള്ള സമ്മാനം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി റണ്ണേഴ്സ് അപ്പിനുള്ള സമ്മാനമാണ് ഓർബിസ് ക്രിയേറ്റീവ്സ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം 3 പേർക്കും ലഭിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. മത്സരം അവസാനിക്കുമ്പോൾ പതിവ് പോലെ നമുക്ക് ഇന്നൊരു ബെസ്റ്റ് പെർഫോമർ ഉണ്ട്. ആരാണ്? ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് കൊടുക്കേണ്ടത് പ്രായത്തിനെ വെല്ലുന്ന പ്രകടനം കാണിച്ച ഒരാൾക്കാണ്. ദാറ്റ് ഈസ് നികിത. കൺഗ്രാറ്റുലേഷൻ. കുഞ്ഞാപ്പിക്ക് ലഭിക്കുന്നു സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV. കൺഗ്രാറ്റുലേഷൻ. ബോയിലെ മത്സരത്തിൽ സമ്മാന പെരുമഴയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇന്നത്തെ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട്. അഡ്രസ് ദ മെൻസ് അപ്പാരൽ സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റാണ് എല്ലാവർക്കും കിട്ടുന്നത്. അതുപോലെ ഇന്നത്തെ എപ്പിസോഡും ഗംഭീരമായിട്ട് അവസാനിക്കാനുള്ള സമയമാണ്. ഇനിയും കാണുന്ന പ്രേക്ഷകർക്ക് ചിന്തിക്കാതെ മടിക്കാതെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. നിങ്ങളുടെ പ്രൊഫൈൽ വീഡിയോ ഒരു പ്രൊഫൈൽ നിങ്ങൾ എവിടെ അയക്കണം? 8089279522 നമ്പറിലേക്ക് അയക്കുക. ഇതുപോലെ പങ്കെടുക്കുക. കൈ നിറയെ സമ്മാനങ്ങളായിട്ട് പോവുക. കാണുന്ന പ്രേക്ഷകരും ഇന്നത്തെ എപ്പിസോഡ് ഗംഭീരമായി ആസ്വദിച്ച് വിശ്വാസത്തോടു കൂടി ഞങ്ങൾക്ക് പോകാനുള്ള സമയമാണ്. This is Boeing. It's me, Deepan, signing off. And Suraj. Bye-bye. Good night. Love you all.